ഹായ് ഗൈസ്, CMF ഫോൺ 1 നവംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റിൻ്റെ സൈസ് നോക്കാന്ന് വെച്ചാൽ 29.02 MB ആണ്. പിന്നെ ഇതിൽ കുറച്ച് ബഗ് ഫിക്സസൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ആക്ച്വലി ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതാണ് ക്യാമറയിൽ. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. പിന്നെ ഒരു ഫീച്ചറും കൂടി ആഡ് ആയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടും ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അപ്ഡേറ്റിൻ്റെ സൈസ് 29.02 MB ആണ്. പിന്നെ ഇവിടെ ബഗ് ഫിക്സസ് നോക്കാന്ന് വെച്ചാൽ റിസോൾവ് ഡാറ്റ ആൻഡ് സിഗ്നൽ ഡിസ്പ്ലേ ഇഷ്യൂസ് ഇൻ ദ സ്റ്റാറ്റസ് ബാർ. ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇംപ്രൂവ്ഡ് കണക്ഷൻ വിത്ത് ദ ലൈൻമോ കരിയർ പറയുന്നത് ചൈനീസിൻ്റെ നമ്മുടെ ജിയോ എയർടെലൊക്കെ ഉണ്ടല്ലോ, അതേമാതിരത്തെ ഒരു കരിയറാണ് ലൈൻമോ കരിയർ. അവരുടെ നെറ്റ്വർക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ റിസോൾവ് റെയർ ചാർജിങ് ഇഷ്യൂസ്, ഇതുവരെ ചാർജിങ് ഇഷ്യൂ ഒന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ കൺട്രോൾ ടെമ്പറേച്ചർ ഇൻഅക്യുറസീസ്, പിന്നെ എൻഹാൻസ് സിസ്റ്റം സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു നമുക്ക് സിസ്റ്റം അപ്ഡേറ്റിൽ കാണിക്കുന്നത്. പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ AnTuTu ബെഞ്ച് മാർക്ക് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റൊക്കെ റൺ ചെയ്ത് നോക്കി. അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ബെഞ്ച് മാർക്കിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം നമുക്ക് AnTuTu ബെഞ്ച് മാർക്കിനെ പറ്റി നോക്കാം. AnTuTu ബെഞ്ച് മാർക്കിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പ് എനിക്ക് 6,45,027 ആയിരുന്നു സ്കോർ വന്നത്. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 6,60,399 ആയിരുന്നു എനിക്ക് സ്കോർ വന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ AnTuTu ബെഞ്ച് മാർക്ക് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നന്നായിട്ട് റിയൽ ലൈഫ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. പെർഫോമൻസിൽ ആക്ച്വലി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതേമാതിരി CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും ചെയ്ത് നോക്കിയപ്പോൾ അപ്ഡേറ്റിൻ്റെ മുമ്പേ എനിക്ക് CPU ത്രോട്ടൽ ടു 93% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് CPU ത്രോട്ടൽ ടു 89% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ്. അപ്പോൾ ഫോൺ ചെറുതായിട്ട് ത്രോട്ടിൽ ആവുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അക്കോർഡിംഗ് ടു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ്. എന്തായാലും നമുക്ക് റിയൽ ലൈഫ് പെർഫോമൻസ് നോക്കാം, ത്രോട്ട്ലിംഗ് ഇഷ്യൂ വല്ലതും ഉണ്ടോ എന്ന്. ഇനി ആക്ച്വലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഇംപ്രഷനാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം ഇതിൻ്റെ ഫുൾ റിവ്യൂ ഇടുമ്പോൾ ഈ നവംബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൻ്റെ. പക്ഷേ ക്യാമറയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് കാണാൻ കിട്ടുന്നുണ്ട് ബാക്ക് ക്യാമറയിൽ. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ അത്ര ഷാർപ്പായ ഇമേജസ് വന്നിരുന്നില്ല. ഇപ്പോൾ നല്ല ഷാർപ്പായ ഇമേജസും വരുന്നുണ്ട്. അതേമാതിരി കുറച്ചുകൂടി ഐ പ്ലീസിങ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്, പക്ഷേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. അതേമാതിരി ഫ്രണ്ട് ക്യാമറയിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പുതിയൊരു ഫീച്ചർ ആഡ് ആയിരിക്കുന്നത്, നമുക്ക് അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററിയിൽ പോവുക. ബാറ്ററിയിൽ പോകുമ്പോൾ നമുക്ക് താഴത്ത് കാണാൻ കിട്ടും സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഓപ്റ്റിമൈസേഷൻ. ദ ഡിവൈസ് ടെമ്പററിലി ലിമിറ്റ്സ് നെറ്റ്വർക്ക് ആൻഡ് അതർ ഫീച്ചേഴ്സ് ഫോർ ബാറ്ററി സേവിങ് വെൻ യു ആർ asleep. കോഷൻ നോട്ടിഫിക്കേഷൻ മേ നോട്ട് ബി റിസീവ്ഡ് പ്രോംപ്റ്റ്ലി. അപ്പോൾ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നെറ്റ്വർക്ക്സ് ലിമിറ്റ് ചെയ്യും, അതേമാതിരി കുറച്ച് ഫീച്ചേഴ്സും ലിമിറ്റ് ചെയ്യും ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി നോട്ടിഫിക്കേഷനൊന്നും ചിലപ്പോൾ കിട്ടില്ല. ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനൊരു ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഫീച്ചർ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ബൈ ടൈം കുറച്ച് ഇമ്പ്രൂവ് ആവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു റിവ്യൂ അബൌട്ട് CMF ഫോൺ 1 നവംബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അപ്പോൾ കുറച്ചൊക്കെ ടൈം വേണം. ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് ആക്ച്വലിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അതേമാതിരി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.